മെഷീൻ ടൂൾസിലെ സെക്കൻഡ് മൊഡ്യൂളിലെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് ഷേപ്പറിനെ കുറിച്ചും സ്ലോട്ടറിനെ കുറിച്ചും പ്ലെയിനിങ് മെഷീനെ കുറിച്ചും അതുപോലെ ഷേപ്പറിൽ വരുന്ന ക്വിക്ക് റിട്ടേൺ മെക്കാനിസമായിട്ടുള്ള വിറ്റ്വർത്ത് ക്വിക്ക് റിട്ടേൺ മെക്കാനിസവും അതുപോലെ ക്രാങ്ക് ആൻഡ് സ്ലോട്ടർ ലിവർ മെക്കാനിസത്തിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. നമുക്കിനി അതിൽ അവസാനം നോക്കാനുള്ള ചെറിയൊരു ഭാഗം അല്ലെങ്കിൽ അടുത്തൊരു പോർഷൻ എന്ന് പറഞ്ഞാൽ ഡ്രില്ലിംഗ് മെഷീനെ കുറിച്ചാണ്. ഒരു 2-3 ടൈപ്പ് ഡ്രില്ലിംഗ് മെഷീനെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു മൊഡ്യൂൾ കംപ്ലീറ്റ് ആവും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഡ്രില്ലിംഗ് മെഷീൻസിനെ കുറിച്ചാണ്. അപ്പോൾ എല്ലാവർക്കും കോമൺ ആയിട്ട് അറിയുന്ന ഒരു പ്രോസസ്സാണ് ഡ്രില്ലിംഗ് എന്ന് പറഞ്ഞാൽ, അല്ലേ? നമ്മൾ സാധാരണഗതിയിലൊക്കെ ഹോൾ ഉണ്ടാക്കുന്ന പ്രോസസ്സിനെ നമ്മൾ ഡ്രില്ലിംഗ് എന്ന് പറയാറുണ്ട്. ഓക്കെ, ഇറ്റ് ഈസ് ദ ഓപ്പറേഷൻ ഓഫ് പ്രൊഡ്യൂസിങ് സർക്കുലർ ഹോൾ ഇൻ ദ വർക്ക് പീസ് ബൈ യൂസിങ് എ റൊട്ടേറ്റിംഗ് കട്ടർ കോൾഡ് ഡ്രില്ല്. ഇപ്പോൾ റൊട്ടേറ്റിംഗ് കട്ടറായിട്ടുള്ള അല്ലെങ്കിൽ ടൂളായിട്ടുള്ള ഡ്രില്ല് ഉപയോഗിച്ച് നമ്മൾ സർക്കുലർ ഹോൾ ഉണ്ടാക്കുന്ന പ്രോസസ്സാണ് ഡ്രില്ലിംഗ് എന്ന് പറയുന്നത്. ദ മെഷീൻ യൂസ്ഡ് ഫോർ ഡ്രില്ലിംഗ് ഈസ് കോൾഡ് ഡ്രില്ലിംഗ് മെഷീൻ. അപ്പോൾ ഈ ഒരു ഡ്രില്ലിംഗ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെഷീനാണ് നമ്മുടെ ഡ്രില്ലിംഗ് മെഷീൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അതിൽ പിന്നെ നോക്കേണ്ടത് ദ വർക്ക് പീസ് ഈസ് ഹെൽഡ് സ്റ്റേഷനറി. നമുക്കറിയാം ഡ്രില്ലിങ്ങിൻ്റെ കേസിൽ കോമൺ ആയിട്ട് നമ്മൾ വർക്ക് പീസിന് സ്റ്റേഷനറി വെക്കും, എവിടെയെങ്കിലും ക്ലാമ്പ് ചെയ്ത് വെക്കും ഒരു വർക്ക് ടേബിളിൻ്റെ മേലെ. ആൻഡ് ദ ഡ്രില്ല് റൊട്ടേറ്റ്സ് ടു മേക്ക് എ ഹോൾ. ഡ്രില്ലായിരിക്കും അവിടെ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, ബാക്കിയുള്ള ഈ പോയിൻറ്റ്സൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. എല്ലാവർക്കും കോമൺ ആയിട്ട് അറിയുന്ന പോയിൻറ്റ്സാണ്, നമുക്ക് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒരു കോമൺ ഡ്രില്ലിംഗ് മെഷീനിൻ്റെ ഒരു ബേസിക് ഫിഗറാണ് ഇവിടെ കാണുന്നുണ്ടായിരിക്കുക. അപ്പോൾ ഇവിടെ കുറേ ടൈപ്സ് ഓഫ് ഡ്രില്ലിംഗ് മെഷീൻസ് വരുന്നുണ്ട്. ബേസ്ഡ് ഓൺ കൺസ്ട്രക്ഷൻ അനുസരിച്ച് പോർട്ടബിൾ ഡ്രില്ലിംഗ് മെഷീന്, സെൻസിറ്റീവ് ഡ്രില്ലിംഗ് മെഷീന്, റേഡിയൽ ഡ്രില്ലിംഗ് മെഷീൻ, അപ്രൈറ്റ് ഡ്രില്ലിംഗ് മെഷീന്, ഗാങ് ഡ്രില്ലിംഗ് മെഷീന്, മൾട്ടി സ്പിൻഡിൽ ഡ്രില്ലിംഗ് മെഷീന്. ഓക്കെ, അപ്പോൾ ഏകദേശം ഒരു 6ഓളം ടൈപ്പ് കൺസ്ട്രക്ഷൻ ടൈപ്പിൽ ഒരു 6ഓളം ടൈപ്പാണ് അവിടെ വരുന്നത്. പിന്നെ ബേസ്ഡ് ഓൺ ഫീഡ് അനുസരിച്ച് ഹാൻഡ് ഡ്രിവൺ ഡ്രില്ലിംഗ് മെഷീനും ഉണ്ട്, പവർ ഡ്രിവൺ ഉണ്ട്. അതായത് നമ്മൾ കൊടുക്കുന്ന ഫീഡ് ഡ്രില്ല് ബിറ്റിനെ റൊട്ടേറ്റ് ചെയ്യുന്നത് നമ്മൾ ഹാൻഡ് ഉപയോഗിച്ച് റൊട്ടേറ്റ് ചെയ്യുന്ന മാനുവലായി ചെയ്യുന്നതുകൊണ്ട് പിന്നെ നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന പവർ ഡ്രിവൺ മെക്കാനിസം ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ തന്നെ നമുക്ക് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂലൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന നമ്മുടെ ഈ ഒരു ക്ലാസിഫിക്കേഷനാണ്. ഓക്കെ, അതിൽ പോർട്ടബിൾ ഡ്രില്ലിംഗ് മെഷീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ കാണുന്ന സാധാരണ നമ്മുടെ ഇലക്ട്രിക്കൽ വർക്കേഴ്സിൻ്റെ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ പ്ലംബിംഗ് വർക്കേഴ്സിൻ്റെ കയ്യിലൊക്കെയുള്ള ചെറിയ ഡ്രില്ലിംഗ് മെഷീനാണ് നമ്മുടെ ആ ഒരു തോക്കിൻ്റെ ഗണ്ണിൻ്റെ ഷേപ്പിലുള്ള ഡ്രില്ലിംഗ് മെഷീനാണ് നമ്മുടെ ആ ഒരു ഇലക്ട്രിക്കൽ ഡ്രില്ലിംഗ് മെഷീൻ എന്ന് പറഞ്ഞാൽ പോർട്ടബിൾ ഡ്രില്ലിംഗ് മെഷീൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള നമ്മൾ ഹാൻഡ് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റിയുള്ള ആ ഒരു ടൈപ്പാണ് പോർട്ടബിൾ ഡ്രില്ലിംഗ് മെഷീൻ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെയാണ് നമുക്ക് അത് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് അല്ല നമ്മുടെ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂലൊന്നും. നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരുപക്ഷെ സെൻസിറ്റീവ് ഡ്രില്ലിംഗ് മെഷീനും റേഡിയൽ ഡ്രില്ലിംഗ് മെഷീനും അതുപോലെ അപ്രൈറ്റ് ഡ്രില്ലിംഗ് മെഷീനും എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ ചോദിക്കാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ നമ്മൾ നോക്കാം. അപ്പോൾ നമുക്ക് കോമൺ ആയിട്ട് ഒരു സെൻസിറ്റീവ് ഡ്രില്ലിംഗ് മെഷീനിൻ്റെ ഒരു ബേസിക് ഡയഗ്രമാണ് ഇവിടെ ഫിഗറിൽ കാണുന്നുണ്ടായിരിക്കാം. അപ്പോൾ സാധാരണ പോലെ നമ്മൾ സ്ലോട്ടറും ഷേപ്പറും ഒക്കെ പഠിച്ച പോലെ തന്നെ ഏറ്റവും താഴെ റാം എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. പിന്നെ കാണുന്ന വെർട്ടിക്കൽ കോളമാണ്. ഓക്കെ, റാം കഴിഞ്ഞാൽ പിന്നെ ഇവിടെ വെർട്ടിക്കൽ കോളം വരുന്നുണ്ട്. ആ കോളത്തിൻ്റെ മേലെ നമ്മൾ ഈ ഡ്രില്ലിൻ്റെ ഹെഡ്, ഓക്കെ, ഇവിടെ കാണുന്ന ഈ ഒരു ഭാഗം മൊത്തത്തിലുള്ള ഭാഗം ഇങ്ങനെയാണ് ഘടിപ്പിച്ചിരിക്കുന്നത്. ഓക്കെ, ഇതിന് ശേഷം ആ ഭാഗത്തിൻ്റെ ആ ഒരു ഹെഡിൻ്റെ ഭാഗത്തിൻ്റെ താഴെ ഇവിടെ നിന്ന് ഇങ്ങോട്ടായിരിക്കും നമ്മൾ ഡ്രിൽ ബിറ്റൊക്കെ അലൈൻ ചെയ്യുക. ഓക്കെ, ഇവിടെ ആയിരിക്കും നമ്മൾ ഡ്രിൽ ബിറ്റ് ഉണ്ടായിരിക്കും. അതേപോലെ നമ്മുടെ വർക്ക് ടേബിൾ ഇവിടെ കാണുന്നുണ്ടായിരിക്കും. നമ്മുടെ ഈ ഒരു കോളത്തിൻ്റെ മേലെ ഒരു സപ്പോർട്ട് കൊടുത്തിട്ട് നമുക്കതിന് മൂവ്മെൻറ്റ് കൊടുക്കാനുള്ള മെക്കാനിസം അവിടെ കാണിച്ചിരിക്കുന്നത്. ഇതാണ് നമ്മുടെ വർക്ക് ടേബിൾ. നമ്മൾ ഈ വർക്ക് ടേബിളിൻ്റെ മേലെയായിരിക്കും നമ്മൾ നമ്മുടെ വർക്ക് പീസ് അലൈൻ ചെയ്ത് വെക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ വർക്ക് പീസിന് നമുക്ക് താഴേക്കൊക്കെ നീക്കാനും സൈഡിലേക്ക് നീക്കാനൊക്കെ ഉള്ള സാഹചര്യം ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അതിന് മെക്കാനിസം ഉണ്ടായിരിക്കും. അതിലൂടെ ഹാൻഡ് വീൽ കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഇവിടെ കണ്ടില്ല ഒരു ഹാൻഡ് വീൽ കാണുന്നുണ്ടായിരിക്കും. നമ്മുടെ ഹാൻഡ് വീൽ നമ്മുടെ ഈ ഒരു ഡ്രിൽ ബിറ്റിന് താഴോട്ടും മേലോട്ടും മൂവ്മെൻറ്റ് കൊടുക്കാനാണ് ആ ഒരു ഹാൻഡ് വീൽ കൊടുത്തിരിക്കുന്നത്. അതേപോലെ ഏറ്റവും മേലായിട്ട് ഒരു ഡ്രൈവിംഗ് മെക്കാനിസം കാണാം. അതായത് ഇലക്ട്രിക് മോട്ടർ ഇവിടെ ഉണ്ട്. ഓക്കെ, മോട്ടറിന്ന് പുള്ളി ഉപയോഗിച്ച് ഇവിടെ ഡ്രൈവിംഗ് മെക്കാനിസത്തിൽ പുള്ളി ഉപയോഗിച്ച് പുള്ളിയിലേക്ക് പവർ ട്രാൻസ്മിറ്റ് ചെയ്യും. ശേഷം നമ്മൾ ബെൽറ്റ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ ബെൽറ്റല്ല നമ്മൾ റോപ്പ് ഉപയോഗിച്ചായിരിക്കും ഈ പുള്ളിയിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അവിടെ നിന്നായിരിക്കും നമ്മുടെ ഡ്രിൽ ബിറ്റിലേക്ക് പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അതാണ് നമ്മളൊരു കോമൺ ബേസിക് ഫിഗർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇങ്ങനെ വേണം ആ ഡയഗ്രാം വരച്ച് പഠിക്കാനായിട്ട്. ജസ്റ്റ് കോമൺ ആയിട്ടുള്ള ഭാഗങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ടേബിൾ മനസ്സിലായി. സ്പിൻഡിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ടൂൾ ഹോൾഡ് ചെയ്യുന്ന ഭാഗമാണ്. സ്ലീവ് അതിൻ്റെ മേലെ വരുന്ന ഭാഗം. ഇത് ഡ്രില്ലിൻ്റെ ഹെഡാണ്. ഫീഡ് കൊടുക്കാനുള്ള ഹാൻഡിലാണ്. സ്റ്റെപ്പ് കോൺപുള്ളി എന്ന് പറഞ്ഞാൽ ആ പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന പുള്ളീസാണ്. ഇവിടെ ബി ബെൽറ്റ് ഉപയോഗിച്ച് നമ്മൾ പവർ ട്രാൻസ്മിറ്റ് ചെയ്യും. ഇലക്ട്രിക് മോട്ടർ ഉണ്ടായിരിക്കും. വെർട്ടിക്കൽ കോളമുണ്ട്, ബേസ് ഉണ്ട്. ഓക്കെ, ഇവിടെയാണ് നമ്മുടെ ടൂൾ ഉണ്ടായിരിക്കും. അതാണ് നമ്മുടെ സെൻസിറ്റീവ് ഡ്രില്ലിംഗ് മെഷീനിൻ്റെ
ഒരു മെക്കാനിസം എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ പ്രത്യേകിച്ച് നമുക്ക് എന്താ പറയുക, നമ്മൾ മുന്നേയൊക്കെ പഠിച്ചു വന്ന പോലെ തന്നെ നമ്മുടെ ബേസ് ആയാലും കോളമായാലും ഒക്കെ നമുക്ക് കോമൺ ആയിട്ട് വരുന്ന കാര്യം തന്നെയാണ്. നമുക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഒരുപാട് ഭയങ്കര മനസ്സിലാക്കി പഠിക്കേണ്ട കോൺസെപ്റ്റുകളൊന്നുമില്ല. നമ്മൾ സാധാരണ ഈ ഒരു മെഷീനൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. സാധാരണ നമ്മുടെ ചെറിയ ചെറിയ ഇൻഡസ്ട്രീസിലൊക്കെ നമ്മൾ ഈ ഒരു ടൈപ്പ് ഡ്രില്ലിംഗ് മെഷീൻ കാണുന്നതാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ വർക്കിങ്ങിനെ കുറിച്ച് പ്രത്യേകിച്ച് ഒരു എന്താ പറയുക ആധികാരികമായിട്ട് സംസാരിക്കണം അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യാൻ മാത്രമൊന്നുമില്ല. നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ഈ സ്ക്രീനിൽ കാണുന്ന കാര്യങ്ങൾ ബേസിനെ കുറിച്ചും കോളത്തിനെ കുറിച്ചും ടേബിളിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് വായിച്ചു. കാരണം ഞാൻ സമയം കളയാത്ത എന്താ വെച്ചാൽ നമ്മൾ ഓൾറെഡി എന്താണ് ബേസ് എന്നും എല്ലാത്തിനും നമുക്ക് സ്ലോട്ടറിലും ഷേപ്പറിലൊക്കെ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇവിടെ അതൊക്കെ തന്നെയാണ് വരുന്നത്. അവിടെ ടേബിളായാലും ബേസ് ആയാലും കോളായാലും എന്താണ് ഒക്കെ സെയിം ഫങ്ഷൻസാണ് അവർ ചെയ്യുന്നത്. ഓക്കെ, ടേബിളിൻ്റെ മേലേക്ക് നമ്മൾ വർക്ക് പീസിനെ അലൈൻ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് കോമൺ ആയിട്ട് വരുന്നത്. പിന്നെ ഡ്രില്ല് സ്പിൻഡിൽ എന്ന് പറയുമ്പോൾ ആ ഡ്രിൽ ബിറ്റ് ഹോൾഡ് ചെയ്യുന്ന ഭാഗമാണ് ഡ്രിൽ സ്പിൻഡിൽ. ഡ്രിൽ ഹെഡ് എന്ന് പറയുന്ന ആ പവർ ട്രാൻസ്മിറ്റ് ചെയ്ത് എത്തുന്ന ഭാഗമാണ് ഡ്രിൽ ഹെഡ്. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നെ ഇതിൽ നിങ്ങൾ ഏത് ഡ്രില്ലിംഗ് മെഷീൻ ചോദിച്ചാലും എക്സാം പോയിൻ്റ് ഓഫ് വ്യൂലൊക്കെ മിക്കവാറും എല്ലാ ഡ്രില്ലിംഗ് മെഷീൻ ചോദിക്കുന്ന സമയത്ത് ഏത് ചോദിച്ചാലും നമുക്ക് ഈ കോമൺ ആയിട്ട് നമുക്ക് ബേസും അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കോമൺ ആയിട്ട് എഴുതി വെക്കാൻ പറ്റും. ബേസും കോളം അതുപോലെ ഡ്രിൽ ഹെഡ് അതൊക്കെ നമുക്ക് വർക്ക് ടേബിളൊക്കെ നമുക്ക് കോമൺ ആയിട്ട് എത്താൻ പറ്റും. ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഓരോ മെഷീനും തമ്മിലുണ്ടായിരിക്കുള്ളൂ. ഓക്കെ, ഇനി രണ്ടാമത്തെ ടൈപ്പാണ് നമ്മുടെ അപ്രൈറ്റ് ഡ്രില്ലിംഗ് മെഷീൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കാം എന്താണ് അപ്രൈറ്റ് ഡ്രില്ലിംഗ് മെഷീൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നോക്കാം. ഇവിടെ സെയിം ഡയഗ്രം നോക്കാം. നമ്മൾ നേരത്തെ പഠിച്ച പോലെ തന്നെ ഒരു ബേസ് ഉണ്ട്, ഒരു വെർട്ടിക്കൽ കോളം കാണുന്നുണ്ട്, പിന്നെ ഇവിടെ ഡ്രില്ലിൻ്റെ ഒരു ഡ്രിൽ ഹെഡ് കാണുന്നുണ്ട്, ഇലക്ട്രിക് മോട്ടോർ കാണുന്നുണ്ട്, അവിടെ നിന്ന് പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഭാഗം കാണുന്നുണ്ട്, പുള്ളീസ് കാണുന്നുണ്ട്, പിന്നെ റോപ്പ് ഡ്രൈവ് കാണുന്നുണ്ട്, പിന്നെ ഡ്രിൽ ഹെഡ് കാണുന്നുണ്ട്, സ്പിൻഡിൽ കാണുന്നുണ്ട്, ഇവിടെ ഡ്രിൽ ബിറ്റ് വെക്കും, ഇവിടെ വർക്ക് ടേബിൾ കാണുന്നുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ നമുക്ക് വർക്ക് ടേബിൾ നമുക്ക് താഴേക്കും മേലേക്കും മൂവ് വയ്ക്കാനുള്ള ആ ഒരു മെക്കാനിസമാണ് ഇവിടെ റാക്ക് പോലെ കാണിച്ചിരിക്കുന്നത്. നമുക്കിതിനെ ടൈറ്റൻ ചെയ്തിട്ട് നമുക്ക് ലോക്കാക്കി വെക്കാനുള്ള ലിവേഴ്സൊക്കെയാണ് ഇവിടെ ഉള്ളത്. അവിടെ ഒരു ഹാൻഡിൽ കാണുന്നുണ്ട്, അല്ലേ, ഈ ഹാൻഡിൽ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് വയ്ക്കാനൊക്കെ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബേസും കോളം അതുപോലെ തന്നെ കോമൺ ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എന്ത് ചെയ്യുക, അതിൻ്റെ ജസ്റ്റ് ഇതൊന്ന് വായിച്ച് നോക്കുക. സാധാരണ പോലെ തന്നെ ഡ്രില്ലിംഗ് മെഷീനിൽ എങ്ങനെയൊക്കെയാണ് വർക്ക് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഫിഗർ വരയ്ക്കാൻ പഠിച്ചാൽ മതി. കോമൺ ആയിട്ടുള്ള വർക്കിംഗ് നിങ്ങൾ എഴുതി വെക്കുക. പിന്നെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു മൂന്നാമത്തെ ടൈപ്പിലായിട്ടുള്ള റേഡിയൽ ഡ്രില്ലിംഗ് മെഷീനിലാണ് ചെറിയൊരു വ്യത്യാസം വരുന്നത്. അപ്പോൾ ഫിഗറിൽ കണ്ട പ്രത്യക്ഷത്തിൽ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും മനസ്സിലാവില്ലെങ്കിലും ഇതിൽ ചെറിയൊരു വ്യത്യാസം വരുന്നത്. അതായത് സാധാരണ പോലെ ബേസ് ഉണ്ട്, വെർട്ടിക്കൽ കോളം ഉണ്ട്. നമ്മുടെ ഈ ഒരു ഭാഗം നോക്കാം, അപ്പോൾ ഇത് റേഡിയൽ ആമാണ്. റേഡിയൽ ആം എന്ന് പറഞ്ഞാൽ നമുക്ക് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഇതിനെ ടേൺ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അതായത് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഭാഗം മൊത്തം ടേൺ ചെയ്യാം. അപ്പോൾ മനസ്സിലായി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് ഫോഴ്സ് കൊടുത്താൽ ഇതിനെ നമുക്ക് ഇങ്ങനെ ഈ ഡയറക്ഷനിലേക്ക് ടേൺ ചെയ്യാം. അപ്പോൾ ടേബിൾ നമ്മുടെ വർക്ക് പീസ് ഇപ്പോൾ ഇവിടെ കുറച്ച് വർക്ക് പീസ് വെച്ചിട്ടുണ്ട് വിചാരിക്കും, നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ ടേൺ ചെയ്ത് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ നമുക്ക് റേഡിയലി മൂവ് ചെയ്യാൻ പറ്റും. ഇവിടെ പേരെന്നെ നോക്കുക, റേഡിയൽ ഡ്രില്ലിംഗ് മെഷീനാണ്. നമുക്ക് റേഡിയലി മൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, ഈ കാണുന്ന ഭാഗം നമുക്ക് ടോപ്പ് ആൻഡ് ബോട്ടം ഡയറക്ഷനിലേക്ക് നമുക്ക് മൂവ് ചെയ്യിക്കാനും സാധിക്കും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ. കോളത്തിൻ്റെ മേലെ കൂടെ എന്ത് ചെയ്യാം, ഈ ഇവിടെ ഒരു എലിവേറ്റിംഗ് സ്ക്രൂ കാണുന്നുണ്ടായിരിക്കും. നമുക്ക് ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും താഴേക്കും മേലേക്കും സ്ലൈഡ് ചെയ്യാൻ പറ്റും. അതുപോലെ ഇത് റേഡിയലി ടേൺ ചെയ്യാനും സാധിക്കും. ഓക്കെ, അപ്പോൾ ബാക്കി എല്ലാ ഭാഗങ്ങളൊക്കെ ഏകദേശം സെയിം തന്നെയാണ്. ബേസ്, നമ്മുടെ വർക്ക് ടേബിൾ, കോളം, പിന്നെ ഈ ഒരു ഹെഡാണ് വരുന്നത്. അതിൻ്റെ മേലെ ഡ്രിൽ ബിറ്റിൻ്റെ ഹെഡ് വരും. ഇവിടെ മോട്ടറിൻ്റെ സ്പിൻഡിലിൻ്റെ മെക്കാനിസമൊക്കെ വരുന്നുണ്ട്. ഇവിടെ സ്പിൻഡിൽ, ഇവിടെ നമ്മൾ ഡ്രിൽ ബിറ്റ് വെക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആ രീതിയിൽ ആ ഫിഗർ വരച്ച് പഠിക്കാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് പോയിൻറ്റ്സ് വായിച്ച് നോക്കാം. ദ റേഡിയൽ ഡ്രില്ലിംഗ് മെഷീൻ ഈസ് ഇൻറ്റൻഡഡ് ഫോർ ഡ്രില്ലിംഗ് ഓൺ മീഡിയം ടു ലാർജ് ആൻഡ് ഹെവി വർക്ക് പീസസ്. ഓക്കെ, മീഡിയം ഹെവി വർക്ക് പീസിന് നമുക്ക് ഈ ഒരു മെഷീൻ ഉപയോഗിക്കാൻ പറ്റും. ഇറ്റ് ഹാസ് എ ഹെവി റൗണ്ട് കോളം മൗണ്ടഡ് ഓൺ എ ലാർജ് ബേസ്. ലാർജ് ബേസിന് മേലെ ഒരു ഹെവി റൗണ്ട് കോളാണ് മൗണ്ട് ചെയ്തിരിക്കുന്നത്. ദ കോളം സപ്പോർട്ട്സ് റേഡിയൽ ആം. ഇപ്പോൾ ഇതിൻ്റെ പേര് റേഡിയൽ ആമാണ് കേട്ടോ. ഇത് റേഡിയൽ ആമാണ്. അപ്പോൾ ആലോചിച്ച് നോക്കുക, അതിങ്ങനെ റേഡിയലി നമുക്ക് റൊട്ടേറ്റ് ചെയ്യിക്കാൻ പറ്റും. ഓക്കെ, റേഡിയൽ ആമാണുള്ളത്. The column supports radial arm which can be raised or lowered to enable the table to accommodate workpieces at different heights. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആ റേഡിയൽ ആമിനെ നമുക്ക് താഴേക്കും മേലേക്കും കൊണ്ടുപോകാൻ പറ്റും. The arm which has the drill head on it can be swung around to any position. ഇപ്പോൾ swung എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തിരിക്കുന്ന, ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന ഔട്ട്സൈഡ് ഇങ്ങനെ തിരിക്കാൻ പറ്റുന്ന കേസാണ് പറയുന്നത്. can be swung around to any position. അപ്പോൾ നമുക്ക് ഏത് പൊസിഷനിലേക്ക് എന്ത് ചെയ്യാൻ, ഇങ്ങനെ തിരിക്കാൻ പറ്റും. ഡ്രിൽ ഹെഡ് can be made to slide on the radial arm. അതുപോലെ തന്നെ ഇവിടെ 3 മോഷൻ ചെയ്യാൻ പറ്റും. അതായത് ഈ റേഡിയൽ ആമിനെ നമുക്ക് അപ്പ് ആൻഡ് ഡൗൺ ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യിക്കാം. ഓക്കെ, അതേപോലെ തന്നെ ഈ റേഡിയൽ ആമിനെ നമുക്ക് ഇങ്ങനെ ടേൺ ചെയ്യിക്കാൻ പറ്റും. അതേപോലെ നമുക്ക് റേഡിയൽ ആമിൻ്റെ മേലുള്ള ഈ ഒരു ഭാഗമുണ്ട്, നമ്മുടെ സ്പിൻഡിലിൻ്റെ
ഡ്രിൽ ഹെഡ് വരുന്ന ഭാഗം അതിന് നമുക്ക് എന്ത് ചെയ്യാം, അതിന് നമുക്ക് ഈ ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് 3 ഡയറക്ഷനിൽ നമുക്ക് ആ ഒരു ഡ്രില്ലിംഗ് മെഷീൻ നമുക്ക് മൂവ്മെൻറ്റ് കൊടുത്തിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയും പോയിൻറ്റ്സ് ഒന്ന് പ്രത്യേകം ഓർത്ത് വെക്കുക റേഡിയൽ ഡ്രില്ലിംഗ് മെഷീൻ്റെ കേസിൽ. ബാക്കി നമ്മളെ ബേസിൻ്റെയും കോളത്തിൻ്റെയും റേഡിയൽ ആമിനെ ഡ്രിൽ ഹെഡിനെ കുറിച്ചൊക്കെ നമ്മൾ കോമൺ ആയിട്ട് ഒറ്റൊരു പഠിത്തം പഠിച്ചാൽ മതി. ഏത് ചോദിച്ചാലും നമുക്ക് ആ ഒരു കാര്യം കോമൺ ആയിട്ട് എഴുതാം. ബാക്കി റേഡിയൽ ഡ്രില്ലിംഗ് മെഷീൻ ചോദിക്കുമ്പോൾ നമ്മുടെ ഈ ഒരു പ്രത്യേക പോയിൻറ്റ്സ് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, പിന്നെ വരുന്ന ഗാങ് ഡ്രില്ലിംഗ് മെഷീനാണ്. പേര് പോലെ തന്നെ ഒരുപാട് അറ്റ് എ ടൈമിൽ നമുക്ക് ഒരുപാട് എന്ത് ചെയ്യാം, ഡ്രിൽ ബിറ്റ് ഉപയോഗിച്ച് നമുക്ക് ഒരേ സമയം നമുക്ക് ഒരുപാട് വർക്ക് പീസിൽ, ഇപ്പോൾ ഇവിടെ കാണുമ്പോൾ 4 വർക്ക് പീസിൽ ഒരേ അറ്റ് എ ടൈമിൽ എന്ത് ചെയ്യുക, നമുക്ക് ഡ്രിൽ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെയൊരു അറേഞ്ച്മെൻറ്റാണ് ഗാങ് ഡ്രില്ലിംഗ് മെഷീനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ചിലപ്പോൾ എക്സാമിന് ചോദിക്കാനൊക്കെ ചാൻസ് വളരെ കുറവാണ്. എന്നാലും അഥവാ ചോദിച്ചാൽ നമുക്ക് വരയ്ക്കാൻ പറ്റണം. ഗാങ് എന്ന് പറയുമ്പോൾ പേര് വെക്കുന്ന പോലെ തന്നെ ഒരു ഗാങ് ആയിട്ട് ഇപ്പോൾ 4 സെറ്റ് ഡ്രിൽ ഹെഡുകൾ കൊടുത്തിട്ടുണ്ട്. അത് വെച്ച് നമുക്ക് അറ്റ് എ ടൈമിൽ 4 രീതിയിൽ നമുക്ക് ഡ്രിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത്രയാണ് നമുക്ക് ഡ്രില്ലിംഗ് മെഷീൻ്റെ ടൈപ്സിൽ ക്ലാസിഫിക്കേഷനിൽ വരുന്ന. എക്സാം പോയിൻ്റ് ഓഫ് 7 മാർക്കിന് അവിടുന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാണ്. ഇത് നമ്മൾ സ്ലോട്ടറിലും പ്ലെയിനിങ് മെഷീനിലും ഷേപ്പറിലും പഠിച്ച പോലെ ഇതിലും നമുക്ക് വർക്ക് ഹോൾഡിംഗ് ഡിവൈസുകൾ വരുന്നുണ്ട്. ഡ്രിൽ വൈസ്, ടീ ബോൾട്ട്, ക്ലാമ്പ്, സ്റ്റെപ്പ് ബ്ലോക്ക്, വി ബ്ലോക്ക്, ആംഗിൾ പ്ലേറ്റ്, ഡ്രിൽ ജിഗ്, ഇതൊക്കെ നമുക്ക് ഡ്രില്ലിംഗ് മെഷീനിൽ നമുക്ക് വർക്കിനെ ഹോൾഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസുകളാണ്. ഓക്കെ, ഇവിടെ കാണുന്ന ഡ്രിൽ വൈസാണ്. വൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ നമുക്കറിയാം ഒരു മൂവബിൾ ജോ ഉണ്ടായിരിക്കും അല്ലേ. ഇതിനിടയ്ക്ക് നമ്മൾ വർക്ക് വെക്കും. ഇവിടെ നിന്ന് എന്ത് ചെയ്യും, ഇവിടെ വെച്ച് നമ്മൾ ഹാൻഡിൽ തിരിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, ഹാൻഡിൽ തിരിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിന് ടൈറ്റ് ആക്കിയിട്ട് വർക്ക് പീസിനെ അവിടെ ഹോൾഡ് വെക്കാൻ പറ്റും. ഓക്കെ, അതാണ് നമ്മുടെ ഡ്രിൽ വൈസ് എന്ന് പറയുന്നത്. പിന്നെ ടീ ബോൾട്ടും ക്ലാമ്പുമാണ് ഇവിടെ കാണുന്ന പോലെ. ഇവിടെ ഒരു വർക്ക് പീസ് ഉണ്ട്, ഇത് വർക്ക് പീസാണ്. അപ്പോൾ ടീ ബോൾട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ കാണുന്ന പോലെ തന്നെ ഈ ഒരു സംഭവമാണ് ടീ ബോൾട്ട്. ബോൾട്ടിൻ്റെ ഹെഡ്, ബോൾട്ടിൻ്റെ ഷാങ്ക് നമ്മളിവിടെ നെറ്റ് വെച്ച് ടൈറ്റ് ആക്കും. ഓക്കെ, അപ്പോൾ അതാണ് ടീ ബോൾട്ട് വെക്കുന്നത്. പിന്നെ ഇവിടെ സ്റ്റെപ്പ് ബ്ലോക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വേരിയസ് ഹൈറ്റിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇപ്പോൾ കുറച്ച് തിക്നെസ് കുറഞ്ഞ വർക്ക് പീസ് വിചാരിക്കുക, ഇത്ര തിക്നെസ് ഉള്ളൂ വിചാരിക്കുക, അല്ലെങ്കിൽ ഇത്ര ഹൈറ്റ് ഉള്ളൂ വിചാരിക്കുക. നമുക്ക് എന്ത് ചെയ്യാം, ഈ സ്റ്റെപ്പ് ബ്ലോക്ക് ഉപയോഗിച്ച് എന്ത് ചെയ്യാം, ഈ ഭാഗം നമുക്ക് താഴേക്ക് ഇറക്കി തമ്മിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്ന രീതിയിൽ വെക്കാൻ പറ്റും. ആണ് നമ്മൾ ഈ സ്റ്റെപ്പ് ബ്ലോക്ക് ഉപയോഗിക്കുന്നത്. അതാണ് ടീ ബോൾട്ട് ആൻഡ് ക്ലാമ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ യു ക്ലാമ്പാണ്, വി ബ്ലോക്കാണ്. ഇത് നിങ്ങൾ സാധാരണ വർക്ക്ഷോപ്പിൽ കാണുന്നതാണ്, മെഷീൻ ഷോപ്പിലൊക്കെ ഈ വി ഷേപ്പിലുള്ള ബ്ലോക്കാണ് വി ബ്ലോക്ക്. നമ്മൾ സാധാരണ ഇതേപോലത്തെ സിലിണ്ടറിക്കൽ വർക്ക് പീസിനെ ഹോൾഡ് ചെയ്യാൻ നമ്മൾ വി ബ്ലോക്ക് യൂസ് ചെയ്യുക. മേലെ നിന്ന് നമ്മൾ ഈ ബോൾട്ട് വെച്ച് എന്ത് ചെയ്യും, അല്ലെങ്കിൽ ഈ ഒരു സ്ക്രൂ വെച്ച് നമ്മൾ ടൈറ്റ് ചെയ്തിട്ട് അവിടെ ലോക്കാക്കി വെക്കും. പിന്നെ ആംഗിൾ പ്ലേറ്റ് ആണ് ഇതുപോലത്തെ ഷേപ്പ് വർക്ക് പീസാണ്. ഇതുപോലത്തെ വർക്ക് പീസിനൊക്കെ നമ്മൾ ഹോൾഡ് ചെയ്യാൻ നമ്മൾ ഈ ടൈപ്പ് ആംഗിൾ പ്ലേറ്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ടൂൾസ് അറിയാൻ നമുക്ക് സാധാരണ ഡ്രിൽ മെഷീനിൽ യൂസ് ചെയ്യുന്ന ടൂള് നമ്മുടെ ട്വിസ്റ്റ് ഡ്രില്ലാണ്. ഈ കാണുന്ന ട്വിസ്റ്റ് ഡ്രില്ലാണ് ഡ്രിൽ മെഷീനിൽ യൂസ് ചെയ്യുന്ന ടൂൾ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഇതിനകത്തുള്ള കുറച്ച് ഭാഗങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ ഡ്രിൽ ബിറ്റിൻ്റെ അകത്ത് ഇതേപോലെ ഫ്ലൂട്ടുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഡ്രിൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ സാധാരണ ഡ്രിൽ ചെയ്യുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, ആ ചിപ്സ് പുറത്തേക്ക് ഇങ്ങനെ തള്ളി വരുന്ന ആ ഒരു ചിപ്പിനെ പുറത്തേക്ക് ഒഴിവാക്കാനാണ് നമ്മൾ ഈ ഒരു ഫ്ലൂട്ട് യൂസ് ചെയ്യുന്നത്. ഡ്രിൽ ബിറ്റിൻ്റെ മേലെ ആ ഫ്ലൂട്ട് കൊടുത്തിരിക്കുന്നത് ആ ഒരു ഈസി റിമൂവലിനാണ്. ഓക്കെ, പിന്നെ ഇതിൽ ഡ്രില്ലിംഗ് മെഷീനിൽ ഉപയോഗിക്കുന്ന വേറെ ടൂൾസ് ഉണ്ട്. നമ്മൾ ഡ്രില്ല് കഴിഞ്ഞാൽ പിന്നെ വരുന്നതാണ് റീമർ. അപ്പോൾ റീമർ എന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കാം, ദ ടൂൾ യൂസ്ഡ് ഫോർ എൻലാർജിങ് ആൻഡ് ഫിനിഷിങ് പ്രീവിയസ്ലി ഡ്രിൽഡ് ഹോൾ ഈസ് നോൺ ആസ് റീമർ. അപ്പോൾ എക്സാം പോയിൻ്റ് ഓഫ് 1 മാർക്കിനും 3 മാർക്കിനും ചോദിക്കാൻ ചാൻസ് ഉണ്ട് റീമറിൻ്റെ ഫംഗ്ഷനൊക്കെ. അപ്പോൾ ആദ്യം ഡ്രിൽ ചെയ്ത് വെച്ചൊരു ഹോളിൻ്റെ ഡയമെൻഷൻ അല്ലെങ്കിൽ പ്രീവിയസ്ലി ഡ്രിൽ ചെയ്ത ഹോളിനെ ഫിനിഷിങ് ചെയ്യാനോ അല്ലെങ്കിൽ എൻലാർജിങ് ചെയ്യാനോ നമ്മൾ റീമർ യൂസ് ചെയ്യുന്നത്. ദ ടൂൾ യൂസ്ഡ് ഫോർ എൻലാർജിങ് ആൻഡ് ഫിനിഷിങ് എ പ്രീവിയസ്ലി ഡ്രിൽഡ് ഹോൾ ഈസ് നോൺ ആസ് റീമർ. റീമറിൻ്റെ ഫംഗ്ഷൻ എന്താണ്? എൻലാർജിങ് ആൻഡ് ഫിനിഷിങ്, അതായത് ഓൾറെഡി ഡ്രിൽ ചെയ്ത ഹോളിനെ പുതിയ ഹോൾ ഡ്രിൽ ചെയ്യലല്ല, ഓൾറെഡി ഡ്രിൽ ചെയ്ത ഹോളിൻ്റെ ഡയമെൻഷൻ അല്ലെങ്കിൽ ഫിനിഷിങ് കുറച്ച് കൂട്ടാനും അല്ലെങ്കിൽ കുറച്ച് എൻലാർജ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ റീമർ യൂസ് ചെയ്യുക. എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ 1 മാർക്കിനും 3 മാർക്കിനും പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യനാണ്. അതേപോലെ തന്നെ കൗണ്ടർ ബോറും കൗണ്ടർ സിങ്കും ഉണ്ട്. നോക്കാം, എ കൗണ്ടർ ബോർ ഈസ് എ മൾട്ടി ടൂത്ത് കട്ടിംഗ് ടൂൾ യൂസ്ഡ് ഫോർ എൻലാർജിങ് ദ ടോപ്പ് ഓഫ് ദ പ്രീവിയസ്ലി മെഷീൻഡ് ഹോൾ. ഇപ്പോൾ കൗണ്ടർ ബോർ എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഇതിപ്പോൾ ഒരു വർക്ക് പീസാണ്, അതിൻ്റെ മേലെ നമ്മളിപ്പം ഇവിടെ ഇത്രയും ഹോൾ ഉണ്ടാക്കി വിചാരിക്കാം. ഓക്കെ, ഇത്രയും ഹോൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു ഭാഗം ഇനി എൻലാർജ് ചെയ്യണം വിചാരിക്കാം. ഓക്കെ, നമുക്ക് എൻലാർജ് ചെയ്തിട്ട് നമുക്കിവിടെ ഒരു ബോൾട്ട് ഇതിലേക്ക് ഇറക്കി വെക്കണം വിചാരിക്കുക. ചെറിയൊരു
ചെറിയൊരു ബോൾട്ടിൻ്റെ ഹെഡ് ഇവിടേക്ക് ഇറക്കി വെക്കണം വിചാരിക്കുക. ഇതേപോലെ നമുക്ക് ഇറക്കി വെക്കണം വിചാരിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, അവിടെ കുറച്ചും കൂടി ഇത്രയും വലുപ്പത്തിൽ നമ്മൾ അതിൻ്റെ ഡയമീറ്റർ കൂട്ടേണ്ടി വരും, അല്ലെങ്കിൽ ഡ്രില്ല് ചെയ്ത് കൂട്ടേണ്ടി വരും. അപ്പോൾ അങ്ങനെ ചെയ്യാനുള്ള ആ ഒരു സിസ്റ്റമാണ് അല്ലെങ്കിൽ ആ ടെക്നിക്കാണ് കൗണ്ടർ ബോറിംഗ് എന്ന് പറയുന്നത്. ആ ഒരു പ്രോസസ്സാണ് കൗണ്ടർ ബോറിംഗ്. അതായത് കൗണ്ടർ ബോർ ഈസ് എ മൾട്ടി ടൂത്ത് കട്ടിംഗ് ടൂൾ യൂസ്ഡ് ഫോർ എൻലാർജിങ് ദ ടോപ്പ് ഓഫ് ദ പ്രീവിയസ്ലി മെഷീൻഡ് ഹോൾ. പ്രീവിയസ്ലി ഉണ്ടാക്കിയുള്ള ഹോളിൻ്റെ ടോപ്പ് പോർഷൻ അതേപോലെ എൻലാർജ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടൂളാണ് കൗണ്ടർ ബോർ എന്ന് പറഞ്ഞാൽ. അതേപോലെ തന്നെ കൗണ്ടർ സിങ്ക് വരുന്നുണ്ട്. ഓക്കെ, കൗണ്ടർ സിങ്ക് എന്ന് പറഞ്ഞാൽ ഇതേപോലെ എൻലാർജ് ചെയ്യുകയാണ്, പക്ഷേ അതൊരു ആംഗിളിലാണ് എൻലാർജ് ചെയ്യുക. എ കൗണ്ടർ സിങ്ക് ഹാസ് കട്ടിംഗ് എഡ്ജസ് ഓൺ ഇറ്റ്സ് കോണിക്കൽ സർഫസസ്. ഇറ്റ് ഹാസ് എ സിമിലർ കൺസ്ട്രക്ഷൻ ഓഫ് എ കൗണ്ടർ ബോർ എക്സെപ്റ്റ് ഫോർ ദ ആംഗിൾ ഓഫ് ദ കട്ടിംഗ് എഡ്ജസ്. ദ ആംഗിൾ ഓഫ് കൗണ്ടർ സിങ്ക്സ് വിൽ ജനറലി 60, 80 to 90 degree. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ എൻലാർജിങ് ദ ടോപ്പ് ഓഫ് ദ ഹോൾസ് കോണിക്കലി. അതായത് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഹോൾ ഉണ്ടാക്കിയിട്ടുണ്ട് വിചാരിക്കും. ഇവിടെ ഒരു ഹോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യണം, അതിൻ്റെ ടോപ്പ് പോർഷൻ നമുക്ക് ചെരിക്കണം. ഇങ്ങനെ ചെരിച്ച് ഡയമീറ്റർ കൂട്ടണം. ഓക്കെ, ഇങ്ങനെ ചെരിച്ച് ഡയമീറ്റർ കൂട്ടണം. ഈ ചെയ്യുന്ന പ്രോസസ്സിനാണ് നമ്മൾ കൗണ്ടർ സിങ്ക് ഉപയോഗിക്കുക. ആ ചെയ്യുന്ന പ്രോസസ്സിൻ്റെ പേര് കൗണ്ടർ സിങ്കിങ് ആയിരിക്കും. അതുപോലെ ആ ടൂളിൻ്റെ പേര് കൗണ്ടർ ബോർ ആണെങ്കിൽ ആ പ്രോസസ്സിൻ്റെ പേര് കൗണ്ടർ ബോറിംഗ് ആയിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ഓർത്ത് വെക്കുക. പിന്നെ ടാപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ത്രെഡ് ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടൂളാണ് ടാപ്പ്. എ ടാപ്പ് ഹാസ് ത്രെഡ്സ് ലൈക്ക് എ ബോൾട്ട്. ഇറ്റ് ഹാസ് 3 to 4 ഫ്ലൂട്ട്സ് കട്ട് അക്രോസ് ദ ത്രെഡ്സ്. അപ്പോൾ ഇതിൻ്റെ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ക്യാൻ കട്ട് ത്രെഡ്സ് ഓൺ ദ ഇൻസൈഡ് ഓഫ് എ ഹോളിൻ്റെ ഹോളിൻ്റെ അകത്ത് ത്രെഡ് കട്ട് ചെയ്യാൻ നമ്മൾ ടാപ്പ് യൂസ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെ നമുക്ക് എക്സാം പോയിൻ്റ് ഓഫ് 1 മാർക്കിനും 3 മാർക്കിനും പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യനാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഓർത്ത് വെക്കണം. ഓക്കെ, ഇനി നമുക്ക് ഡ്രില്ലിംഗ് മെഷീനിൽ വരുന്ന ഓപ്പറേഷൻസ് ഇപ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതായത് ഓൾറെഡി നമുക്ക് ഡ്രില്ലിങ് എന്താ അറിയാം അല്ലെ, ഹോൾ ഉണ്ടാക്കലാണ്. റീമിംഗ് എന്ന് പറഞ്ഞാൽ പ്രീവിയസ്ലി ഡ്രില്ല് ചെയ്ത ഹോളിനെ എൻലാർജ് ചെയ്യുക, അതിനെ ഫിനിഷ് ചെയ്യുക. ബോറിംഗ് എന്ന് പറഞ്ഞാൽ അതിൽ വരുന്നതാണ് കൗണ്ടർ ബോറിംഗ്. ബോറിംഗ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ഫിഗർ കൊടുത്ത് കാണിച്ചിട്ടുണ്ടായിരിക്കും, കണ്ടോ ഇവിടെ കാണുന്ന പോലെ. ബോറിംഗ് ഈസ് എ പ്രോസസ് ഓഫ് എൻലാർജിങ് ആൻഡ് എക്സിസ്റ്റിംഗ് ഹോൾ ബൈ സിംഗിൾ പോയിൻ്റ് കട്ടിംഗ് ടൂൾ. അതായത് ഒരു സിംഗിൾ പോയിൻ്റ് കട്ടിംഗ് ടൂൾ ഉപയോഗിച്ച് നേരത്തെ ഞാൻ വരച്ച് കാണിച്ച പോലെ ഒരു എൻലാർജ് ചെയ്യുന്ന ഓൾറെഡി ഉണ്ടാക്കിയുള്ള ഹോളിനെ എൻലാർജ് ചെയ്യുന്ന പ്രോസസ്സാണ് ബോറിംഗ്. ശരിക്കും നമ്മൾ നേരത്തെ പറഞ്ഞ റീമിംഗ് എന്ന് പറഞ്ഞാൽ ശരിക്കും ആ ഒരു ആക്യുറസിയാണ് ശരിക്കും ഉണ്ടാക്കുന്നത്. ഓൾറെഡി ഹോൾ ഡ്രിൽ ചെയ്തിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന പോലെ ഇത്രയും ഡയമീറ്റർ ഹോൾ ഡ്രിൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡയമെൻഷൻ അപ്പോൾ നമുക്ക് ആലോചിച്ച് നോക്കാം, ഒരു 10 mm നമ്മൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് വിചാരിക്കുക ഹോള്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഒരു 9.8 mm നമ്മൾ ഉണ്ടാക്കും. ബാക്കിയുള്ള ഒരു 0.2 mm എന്ത് ചെയ്യുക, നമ്മൾ ഈ റീമർ ഉപയോഗിച്ച് ഫിനിഷ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ നീറ്റായിട്ട് സർഫസ് ഫിനിഷൊക്കെ കൊടുത്തിട്ടായിരിക്കും അത് പ്രോസസ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ റീമിംഗ് എന്ന് പറഞ്ഞാൽ ശരിക്കും ആക്യുറസിയാണ് അവിടെ ഇമ്പോർട്ടൻസ് ആയിട്ട് നോക്കുന്നത്. ബോറിംഗ് എന്ന് പറഞ്ഞാൽ ശരിക്കും എൻലാർജ് ചെയ്യുകയാണ്, ഓൾറെഡി ഉണ്ടാക്കിയുള്ള ഹോളിനെ ഇതേപോലെ എൻലാർജ് ചെയ്യുന്ന പ്രോസസ്സാണ്. പിന്നെ കൗണ്ടർ ബോറിംഗ് നമ്മൾ പറഞ്ഞു എന്താണ്, ഇവിടെ ചെയ്ത പോലെ തന്നെ ആ ഒരു ബോൾട്ടിൻ്റെ ഹെഡൊക്കെ ഇറക്കി വെക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇതേപോലെ ആ ഒരു ഹോളിൻ്റെ മേലഭാഗം മാത്രം വലുതാക്കുന്ന പ്രോസസ്സാണ് ഇൻറ്റേർണൽ ടേണിംഗ് ഓപ്പറേഷൻ ഫോർ എൻലാർജിങ് ദ എൻഡ് ഓഫ് ദ ഹോൾ. ഇനി കൗണ്ടർ സിങ്കിങ് പറഞ്ഞു ഇതേപോലെ ചെരിച്ച് കട്ട് ചെയ്യുന്ന പ്രോസസ്സാണ് കൗണ്ടർ സിങ്കിങ്. ടാപ്പിംഗ് പറഞ്ഞു ഇൻറ്റേർണൽ ഹോൾ ഉണ്ടാക്കുന്ന പ്രോസസ്സാണ് ടാപ്പിംഗ്. ഇത് ഓൾറെഡി ഞാൻ പറഞ്ഞുകൊണ്ട് അത്ര സ്പീഡിൽ പറഞ്ഞു പോകുന്നത്. അപ്പോൾ ആ ടൂളാകുമ്പോൾ ടാപ്പ് എന്നാവും പേര്, പ്രോസസ്സ് ആകുമ്പോൾ ടാപ്പിംഗ് ആവും. അതുപോലെ കൗണ്ടർ സിങ്ക് എന്ന് പറഞ്ഞ ടൂളാണ്, കൗണ്ടർ സിങ്കിങ് ആകുമ്പോൾ പ്രോസസ്സ് ആവും. കൗണ്ടർ ബോറിംഗ്. ഓക്കെ, അപ്പോൾ അങ്ങനെ മനസ്സിലാക്കി വെക്കാം. അപ്പോൾ ഏകദേശം നമ്മുടെ ഡ്രില്ലിംഗ് മെഷീൻ്റെ ടോപ്പിക്കും കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഡ്രില്ലിംഗ് മെഷീൻ്റെയൊക്കെ സ്പെസിഫിക്കേഷൻസ് പറയുന്നുണ്ട്. അതായത് നമ്മൾ എങ്ങനെയാണ് ഇപ്പോൾ ഡ്രില്ലിംഗ് മെഷീൻ വാങ്ങിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ആവശ്യങ്ങൾ എങ്ങനെയാണ് സ്പെസിഫൈ ചെയ്യാന്നുള്ളത്. അപ്പോൾ അതിൻ്റെ സ്പെസിഫിക്കേഷൻ പറയുന്നത് ദ മാക്സിമം ഡയമീറ്റർ ഓഫ് ദ ഡ്രിൽ ദാറ്റ് ക്യാൻ ബി ഹാൻഡിൽ അല്ലേ. അപ്പോൾ ഒരു ഡ്രിൽ മെഷീൻ്റെ സ്പെസിഫിക്കേഷനാണ് ആ ഡ്രിൽ മെഷീനിൽ മാക്സിമം എത്ര ഡയമീറ്റർ വരെയുള്ള അല്ലെങ്കിൽ എത്ര വലുപ്പമുള്ള ഡ്രിൽ ബിറ്റ് നമുക്കതിൽ ഹോൾഡ് ചെയ്യാൻ പറ്റും. അതുപോലെ ദ സൈസ് ഓഫ് ദ ലാർജസ്റ്റ് വർക്ക് പീസ് ദാറ്റ് ക്യാൻ ബി സെൻറ്റേഡ് അണ്ടർ ദ സ്പിൻഡിൽ. അതുപോലെ സ്പിൻഡിലിനകത്ത് നമുക്ക് എത്രത്തോളം അല്ലെങ്കിൽ സ്പിൻഡിൽ താഴെ നമുക്ക് വർക്ക് ടേബിളിന് മേലെ എത്രത്തോളം വലിയ വർക്കിനെ നമുക്ക് അവിടെ അലൈൻ ചെയ്യാൻ പറ്റും. അതുപോലെ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഫേസ് ഓഫ് ദ കോളം ആൻഡ് ദ ആക്സ് ഓഫ് ദ സ്പിൻഡിൽ. അപ്പോൾ സ്പിൻഡിലിൻ്റെ ആക്സിസും കോളത്തിൻ്റെ ഫേസും തമ്മിലുള്ള ആ ഡിസ്റ്റൻസ് ഒരു സ്പെസിഫിക്കേഷനാണ്. അതുപോലെ ടേബിളിൻ്റെ ഡയമീറ്റർ സ്പെസിഫിക്കേഷനാണ്. പിന്നെ മാക്സിമം ട്രാവൽ ഓഫ് ദ സ്പിൻഡിൽ എത്രത്തോളം ഡിസ്റ്റൻസിൽ മാക്സിമം നീക്കി വെക്കാൻ പറ്റും അല്ലെങ്കിൽ നമുക്ക് ഫീഡ് കൊടുക്കാൻ പറ്റുന്നൊക്കെയുള്ള കാര്യം. നമ്പേഴ്സ് ആൻഡ് റേഞ്ച് ഓഫ് സ്പിൻഡിൽ സ്പീഡ്സ് ആൻഡ് ഫീഡ്സ്, എത്രത്തോളം റേഞ്ച് ഓഫ് സ്പീഡ്. ഇപ്പോൾ നമ്മൾ സാധാരണ ഒരു സാധനമൊക്കെ വാങ്ങുന്ന പോലെ തന്നെ ഒരു മെഷീനൊക്കെ വാങ്ങുമ്പോൾ അതിന് എത്രത്തോളം സ്പീഡിൽ വർക്ക് ചെയ്യിക്കാൻ പറ്റും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സ്പെസിഫിക്കേഷനായിട്ട് പറയാറുണ്ട്.
ഓക്കെ. അതുപോലെ ഫ്ലോർ സ്പേസ്, എത്ര സ്പേസ് വേണ്ടി വരും, മെഷീൻ്റെ വെയിറ്റ് എത്രയാണ്, ഇതൊക്കെ നമുക്ക് എത്ര പവർ ഇൻപുട്ട് കൊടുക്കേണ്ടി, എത്ര കറണ്ട് കൊടുക്കേണ്ടി വരുന്നു, ഇതൊക്കെ നമ്മുടെ സ്പെസിഫിക്കേഷനായിട്ട് പറയാൻ പറ്റും. ഓക്കെ. അതുപോലെ മോസ്റ്റ് ടാപ്പർ, നമ്പർ ഓഫ് ദ ഡ്രിൽ സ്പിൻഡിൽ. അപ്പോൾ മോസ്റ്റ് ടാപ്പർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു ടാപ്പറിൻ്റെ പേരാണ്. പല ടൈപ്പ് ടാപ്പറുകൾ വരുന്നുണ്ട്. അപ്പോൾ ആ ടാപ്പർ ഡ്രിൽ സ്പിൻഡിലിൻ്റെ മോസ്റ്റ് ടാപ്പർ നമ്പറും ഒരു സ്പെസിഫിക്കേഷനാണ്. ഇതൊക്കെ നമുക്ക് കോമൺ ആയിട്ട് ഒരു ഡ്രില്ലിംഗ് മെഷീൻ്റെ സ്പെസിഫിക്കേഷനായിട്ട് പറയാൻ പറ്റും. കുറേ സ്പെസിഫിക്കേഷൻ പറയുന്നുണ്ട്. എക്സാം പോയിന്റ് ഓഫ് വ്യൂ ചിലപ്പോൾ 3 മാർക്കിനൊക്കെ ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ 1 മാർക്കിന് ചോദിക്കും. അപ്പോൾ നമുക്ക് ഏതെങ്കിലും 3 മാർക്കിന് ചോദിച്ചാൽ നിങ്ങൾ ഏതെങ്കിലും 3 എഴുതി വെക്കുക, 1 മാർക്കിനൊക്കെ ആണെങ്കിൽ 1 മതിയാവും. ഓക്കെ. അതേപോലെ നമുക്ക് സ്ലോട്ടറിൻ്റെയും പ്ലെയിനറിൻ്റെയും ഷേപ്പറിൻ്റെയും സ്പെസിഫിക്കേഷൻ വരുന്നുണ്ട്. നമ്മൾ മുന്നേ പറയാൻ വിട്ടുപോയതാണ്. അത് നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ 1 മാർക്കിന് 3 മാർക്കിന് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ. ഇവിടെ സ്ലോട്ടർ മെഷീൻ്റെ സ്പെസിഫിക്കേഷൻ പറയുന്നുണ്ട്. ദ മാക്സിമം സ്റ്റോക്ക് ലെങ്ത്ത്, പിന്നെ റോട്ടറി ടേബിളിൻ്റെ ഡയമീറ്റർ, പിന്നെ മാക്സിമം ട്രാവൽ ഓഫ് സാഡിൽ ആൻഡ് ക്രോസ് ലൈഡിൻ്റെയും സാഡിലിൻ്റെ മാക്സിമം ട്രാവൽ, എത്രത്തോളം ഡിസ്റ്റൻസ് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും, ഏത് ഡ്രൈവാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, പിന്നെ മോട്ടറിൻ്റെ പവർ റേറ്റിംഗ്, മെഷീൻ്റെ വെയിറ്റ്, പിന്നെ എത്രത്തോളം നമ്പർ ഓഫ് ഫീഡ്സ് കൊടുക്കാൻ പറ്റും, പിന്നെ എത്ര ഫ്ലോർ ഏരിയ ആവശ്യമുണ്ടായിരിക്കും, ഇതൊക്കെ നമുക്ക് സ്ലോട്ടറിൻ്റെ സ്പെസിഫിക്കേഷനായിട്ട് പറയാൻ പറ്റും. ഇതിലൊക്കെ പല കോമൺ പോയിൻറ്റ്സ് ഇല്ല. ഡ്രില്ലിംഗ് മെഷീൻ ആയാലും ഇനി സ്ലോട്ടർ ആയാലും പ്ലെയിനർ ആയാലും ഷേപ്പറിലൊക്കെ ഇതിൽ പല കോമൺ പോയിൻറ്റ്സ് വരും അല്ലേ. പവർ റേറ്റിംഗ് ഓഫ് മോട്ടർ, നെറ്റ് വെയിറ്റ്, നമ്പർ ആൻഡ് എമൗണ്ട് ഓഫ് ഫീഡ്, ഫ്ലോ റേറ്റ്, ഇതൊക്കെ നമുക്ക് നാലിലും കോമൺ ആയിട്ട് പറയാൻ പറ്റും. ഓക്കെ. സ്ലോട്ടറിൻ്റെ നമുക്ക് മനസ്സിലായി. പിന്നെ പ്ലെയിനർ മെഷീൻ്റെ നോക്കാം. സ്പെസിഫിക്കേഷൻസ് പറയുകയാണ്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 ഹൗസിങ്സ്. 2 ഹൗസിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ 2 കോളംസ് ആണ്. 2 കോളംസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഈ ഡിസ്റ്റൻസ് ആണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഹൈറ്റ് ബിറ്റ്വീൻ ടേബിൾ ആൻഡ് ക്രോസ് റെയിൽ അറ്റ് ഇറ്റ്സ് അപ്പർ മോസ്റ്റ് പൊസിഷൻ. അപ്പോൾ ടേബിളും അതായത് മേലുള്ള ക്രോസ് റെയിലും, ഇപ്പോൾ നമുക്കറിയാം ക്രോസ് റെയിൽ ഇങ്ങനെ താഴേക്കും മേലേക്കും കൊണ്ടുപോകാൻ പറ്റും. അപ്പം ഏറ്റവും മേലെ ക്രോസ് റെയിൽ വെച്ചിട്ട് അതുപോലെ ഏറ്റവും താഴെ ടേബിൾ വെക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ആ ഹൈറ്റ് ഡിഫറൻസ് എത്രയാണ്, അതൊക്കെ ഒരു സ്പെസിഫിക്കേഷനായിട്ട് പറയാൻ പറ്റും. പിന്നെ മാക്സിമം ലെങ്ത് ഓഫ് ടേബിൾ ട്രാവൽ, നമ്മൾ നേരത്തെ പറഞ്ഞതിലൊക്കെ വരുന്ന പോയിൻ്റ് തന്നെയാണ്. ടേബിൾ എത്രത്തോളം മാക്സിമം ട്രാവൽ ചെയ്യാൻ പറ്റും. നമ്പർ ഓഫ് സ്പീഡ്സ് ആൻഡ് ഫീഡ് കോമൺ പോയിൻ്റ് ആണ്. പവർ ഇൻപുട്ട് കോമൺ പോയിൻ്റ് ആണ്. ഫ്ലോർ സ്പേസ് കോമൺ പോയിൻ്റ് ആണ്. ടൈപ്പ് ഓഫ് ഡ്രൈവ് കോമൺ പോയിൻ്റ് ആണ്. നെറ്റ് വെയിറ്റ് ഓഫ് ദ മെഷീൻ കോമൺ പോയിൻ്റ് ആണ്. അപ്പോൾ ഇതിലും പ്ലെയിനറിലും അത് മനസ്സിലാക്കി പഠിക്കാം. ഓക്കെ. പ്ലെയിനറായി ഇനി നമ്മുടെ ഷേപ്പർ. ഷേപ്പറിൻ്റെ സ്പെസിഫിക്കേഷൻ നോക്കുക. ലെങ്ത് ഓഫ് ദ റാം. ഓക്കെ. റാമിൻ്റെ ലെങ്ത്ത് അല്ലെങ്കിൽ ലെങ്ത് ഓഫ് സ്റ്റോക്കാണ് ഉദ്ദേശിക്കുന്നത്. റാമിൻ്റെ സ്പീഡുകൾ അതും സ്പെസിഫിക്കേഷനിൽ പറയാൻ പറ്റുന്നു. വർക്കിംഗ് സർഫസ് ഓഫ് ടേബിളിൻ്റെ വർക്കിംഗ് സർഫസിനെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ മാക്സിമം ടേബിൾ ട്രാവൽ ഒക്കെ നമ്മൾ നേരത്തെ അതിലൊക്കെ പറഞ്ഞ പോലെ തന്നെ ടേബിളിൻ്റെ ആംഗുലർ മൂവ്മെൻറ്റിനെ കുറിച്ച് സ്പെസിഫിക്കേഷൻ പറയുന്നുണ്ട്. പിന്നെ ടൂൾ ഹെഡിൻ്റെ മാക്സിമം സൈസ്, പിന്നെ ടൂളിന് മാക്സിമം വെർട്ടിക്കൽ ട്രാവൽ ചെയ്യാൻ പറ്റിയ ഡിസ്റ്റൻസ്, പിന്നെ മാക്സിമം എത്ര ഫ്യൂവൽ മറ്റേ ആംഗിൾ സെറ്റ് ചെയ്താൽ വെക്കാൻ പറ്റും, അതും ടൂൾ ഹെഡിൻ്റെ ആ ഒരു പോയിൻറ്റും പറയുന്നുണ്ട്. മെയിൻ ഡ്രൈവ് മോട്ടറിൻ്റെ പവർ റേറ്റിംഗ്. ഇതിൽ നമുക്ക് പിന്നെ ഫ്ലോർ സ്പേസും അതുപോലെ ഇൻപുട്ട് പവറും അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മറ്റേ നമ്മൾ പഠിച്ചിട്ടുള്ള സ്ലോട്ടറിലും പ്ലെയിനിങ് മെഷീനിലും ഡ്രില്ലിംഗ് മെഷീനിലും പഠിച്ചുള്ള കോമൺ പോയിൻറ്റ്സ് ഇതിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ. ഇപ്പോൾ ഷേപ്പറിൻ്റെ സ്പെസിഫിക്കേഷൻ ഇപ്പോൾ സ്പീഡിൽ പറഞ്ഞു പോകാൻ കാരണം ഈസി ആയിട്ടുള്ള ടോപ്പിക്കാണ്, അതുകൊണ്ടാണ് സ്പീഡിൽ പറഞ്ഞു പോകുന്നത്. ഓക്കെ. അപ്പോൾ നമ്മുടെ ഏകദേശം ഈ ഒരു ഫസ്റ്റ് മൊഡ്യൂൾ ഏകദേശമല്ല, നമ്മൾ അത്യാവശ്യം എല്ലാം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് നമ്മുടെ സിലബസ് പോയിൻ്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ. അപ്പോൾ നമുക്കിനി അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു സെക്കൻഡ് മൊഡ്യൂളിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അതോടുകൂടി നമുക്ക് ആ ഒരു സെക്കൻഡ് മൊഡ്യൂൾ വൈൻഡപ്പ് ചെയ്യാവുന്നതാണ്. ഓക്കെ. അപ്പോൾ ഈ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.